ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഈ പാറ്റേൺ ഉപയോഗിച്ച് കട്ടൊരി ബ്ലൗസ് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. കണ്ടോളൂ. തുണി രണ്ടായി മടക്കിയിടുക. കണ്ടോ, പിന്നെ തുണി രണ്ടായി മടക്കിയിടുക. 1:10 1 മീറ്ററും 10 സെൻറ്റിമീറ്ററാണ് തുണി ഉള്ളത്. രണ്ടായി മടക്കിയിട്ടിട്ട് മടങ്ങി ഭാഗത്ത് ഒരു സൈഡിലായിട്ട് നമ്മൾ ബാക്ക് പാറ്റേൺ വയ്ക്കുന്നു. അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സൈഡിലെ ഒരു പാറ്റേൺ ഉണ്ട്, ഫ്രണ്ടിൽ. ആ പാറ്റേൺ 2 ഇഞ്ച് വീതി കൂടുതൽ വേണം. ഇതിനേക്കാളും 2 ഇഞ്ച് കൂടുതലിട്ട് നമ്മൾ വരച്ചെടുക്കുകയാണ്. ഉണ്ടോ, ഇങ്ങനെ വെച്ച് വരച്ച് നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. സ്ലീവിൻ്റെ പാറ്റേൺ വെച്ച് രണ്ടായി മടക്കി, തുണി 4ആയി മടക്കിയിട്ടിട്ട് വരച്ചു. ഇനി ഫ്രണ്ടിലത്തെ പട്ടിയാണ് പടി നമ്മൾ വരച്ചു, അവിടെ റെഡിയാക്കി. ഇനി നമുക്ക് കപ്പ് ഭാഗത്തിൻ്റെ പാറ്റേണാണ് കെട്ടാനുള്ളത്. അത് തികയില്ല അവിടെ തുണി. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്യാം, ഇങ്ങനെ കട്ട് ചെയ്യാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്, ഷെയറൊക്കെ ചെയ്യണേ. എന്താ പടി കട്ട് ചെയ്തു. സൈഡ് ഭാഗം കട്ട് ചെയ്യണം. കട്ട് ചെയ്തു. ഇനി സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവും കട്ട് ചെയ്ത് വെച്ചു. കുഴിച്ച് കെട്ടിയിട്ടില്ലേ, അത് തയ്ക്കുമ്പോൾ കുഴിച്ച് കട്ട് ചെയ്യാനാണ്. ഇനി നമുക്ക് റേസർ കട്ടിങ്ങിൻ്റെ കപ്പ് ഭാഗമാണ്, അത് വരച്ച് എടുക്കുക. വരച്ചെടുത്ത് ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഉണ്ടോ, ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് പാറ്റേൺ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. കപ്പ് ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ക്രോസാണ് കട്ട് ചെയ്യാനുള്ളത്. ക്രോസും കട്ട് ചെയ്തു. എന്താ, 2 പടി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ